അരികിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചപ്പ്, കറിവേപ്പില ആഡ് ചെയ്യാം. ഇത് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് നിങ്ങളെന്തായാലും ഇതുപോലെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടാലോ? അപ്പോൾ ഗൈസ്, കോഴിമുട്ട നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സവാള ഞാൻ അരിഞ്ഞ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് സവാളയും പച്ചമുളകും 2 പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം വഴറ്റിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ആ വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫസ്റ്റ് ഇട്ട 2 ഉള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വഴന്ന് വന്നപ്പോഴേ ഉള്ളി തീരെ ഇല്ല, ഉള്ളി കുറവായിരുന്നു. അതുകൊണ്ട് നമ്മള് കുറച്ചുകൂടി ഒരു ഉള്ളിയും കൂടി അരിഞ്ഞ് ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇട്ടിട്ടുണ്ട്. അതൊന്ന് നല്ലോണം വഴങ്ങി വരട്ടെ. ഇതിലേക്ക് നമുക്കൊരു തക്കാളിയും കൂടി ആഡ് ചെയ്യാനുണ്ട്. തക്കാളി ഞാൻ അരിയട്ടെ. അപ്പത്തിനേക്കും ഇതൊന്ന് വഴണ്ട് വെക്കാം. ഒക്കെ സിമ്മിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സിമ്പിൾ തന്നെ കേട്ടോ, കൂടുതലായിട്ടില്ല. പച്ചമുളക് ഫസ്റ്റ് ഇട്ട തന്നെയാണ് പിന്നെ ഇട്ടത്. ഒന്നൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നമുക്ക് ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗം കാണിച്ചെടുക്കാൻ വേഗത് ഇങ്ങനാണ് ചപ്പ് ഇട്ടെടുത്തിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇതാ പിന്നെ ഇളക്കന്നാണ്. ഞാൻ ഇത് ഇളക്കുകയാണ്. ചപ്പ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആയിക്കോട്ടെ. പിന്നെ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടൊന്ന് അരച്ച് ചതക്കിയെടുക്കണം. വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആഡ് ചെയ്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് ഇളക്കണം. പിന്നെ കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് തീ കൂട്ടുക.
ഫസ്റ്റിൽ നമ്മൾ ഉള്ളി ഇട്ട സമയത്ത് കുറച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മസാല ഒക്കെ ഇട്ടിട്ട് ഉപ്പുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ഇനി ഉപ്പ് ആഡ് ചെയ്യണം. അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പത്തിന് ഉമ്മ പോയി മസാല ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വഴറ്റണ വരെ അമ്മ പോയി മസാല എടുത്ത് ഇതൊരു വെറൈറ്റി എഗ് റോസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പൊ ഇതിനകത്ത് വഴന്ന് വരുന്ന വരെ നമുക്ക് എഗ് ഒന്ന് തൊലിച്ചെടുക്കാം. നമുക്ക് ഞാൻ സിമ്മാക്കാം. നമ്മളിതാ സിമ്മാക്കിയിട്ടുണ്ട്. ഇത് വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഞാനിത് ഇളക്കുന്ന സമയത്ത് ഉമ്മ അവിടെ പോയിട്ട് ഇതാക്കുന്നുണ്ട്, പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ചെടുക്കുന്നുണ്ട്. അതിലിതാ ഒന്നായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമുക്കിത് ഇറക്കാം. നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട്. ഉള്ളി പിന്നെ എന്തായാലും വഴക്കും. സിമ്മിലല്ല കേട്ടോ കൂട്ടിയിട്ടൊന്നുമില്ല. ഒന്ന് വഴങ്ങ് വെച്ചാൽ അപ്പത്തിനും അമ്മച്ചിത് 2 മുട്ട വലിച്ച് ഒന്നിൻ്റെ പാതി ഇതാ. ഇത് പൊളിഞ്ഞതാണ് കേട്ടോ. നമ്മള് ഹയക്ക് കൊടുക്കില്ല. ഹയക്ക് എഗ് വേണ്ട. എഗ് വേണം. ഹയക്ക് നമ്മളത് എഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വഴന്ന് വരുന്നുണ്ട് കേട്ടോ. എഗ്ഗൊക്കെ നമ്മള് തൊലിച്ച് തുടക്കം കണ്ണി മല്ലിപ്പൊടി, ഗരം മസാല, ഇത്രയും മസാലകളാണ് നമുക്ക് ഇതിലേക്ക് റോസ്റ്റിലേക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് ഓരോ പൊടികളായിട്ട് ഇടാം. നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇളക്കുക. ഇപ്പോഴേ ഇളക്കണമെന്നൊന്നുമില്ല, ഞാൻ ഇളക്കിയതാണ്. എല്ലാ മസാലയും ഇട്ടിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഞാൻ അന്ന പറഞ്ഞു. വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വെള്ളം കൊടുക്കട്ടോ. പത്തിരിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തിരിക്ക് പൊറാട്ട ഇതൊക്കെ ആകുമ്പോ നമ്മൾ കുറച്ച് വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് കൂട്ടാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരിത്തിരി കറിക്ക് വേണ്ടിട്ട് നമ്മൾ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മള് തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് തോടൊക്കെ കളഞ്ഞു വെച്ച എഗ്ഗ് ഇതിലേക്ക് ചേർക്കാം. അപ്പൊ നമുക്ക് ഉപ്പ് ഉണ്ടോ നമുക്ക് ഈ ടൈമിൽ ഒന്ന് നോക്കട്ടോ. ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഇപ്പൊ എന്താ വീഡിയോ എടുക്കില്ലേ? ഞാന് ഈ എഗ്ഗ് മുറിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 3 എഗ്ഗാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്.
അപ്പൊ ഈ മസാല ഒക്കെ ഒന്ന് എന്റെ ഈ മുകളിലൊന്ന് എഗ്ഗിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ആക്കി കൊടുക്കട്ടോ. ആ എരിവൊക്കെ ഒന്ന് ഉപ്പും എരിവൊക്കെ ഒന്ന് മസാല എഗ്ഗിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പം നമ്മളെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചപ്പ് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. അപ്പൊ നമ്മളെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇത് നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ.